എല്ലാ ദേവന്മാർക്കും ഓരോരോ മന്ത്രങ്ങളുണ്ട്. അപ്പൊ അതില് കൃഷ്ണനായിട്ടുള്ളതായിരിക്കുന്ന മന്ത്രങ്ങള് നിരവധിയുണ്ട്. അതിലെ പ്രധാന മന്ത്രങ്ങൾ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും എളുപ്പത്തില് ജപിക്കാൻ പറ്റുന്നതായിരിക്കുന്ന, നമുക്ക് നേരെ ജപിച്ചുകൊണ്ടിരിക്കാൻ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ജപിക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു മന്ത്രമാണ് നേരെ ക്ലീം കൃഷ്ണായ നമ എന്നൊരു മന്ത്രമുണ്ട്. അപ്പൊ ക്ലീം എന്ന് പറഞ്ഞാല് യോഗമായാദേവിയുടെ ബീജാക്ഷരമാണ്. അപ്പൊ യോഗമായാദേവി കൃഷ്ണനുമായിട്ട് എപ്പോഴും ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ക്ലീങ്കാരമാണ് കൃഷ്ണന്റെ മന്ത്രത്തിന്റെ ഒപ്പം ചേർക്കേണ്ടത്. ഏത് കൃഷ്ണമന്ത്രത്തിലും ക്ലീങ്കാരം ചേർത്താലാണ് ഫലം കൂടുക. അപ്പോൾ ക്ലീം കൃഷ്ണായ നമ എന്ന് പറയാം. അത് നമ്മൾ നമസ്കാര മന്ത്രമായതുകൊണ്ട് നമ. ഹോമമന്ത്രമാണെങ്കിൽ അതിന് സ്വാഹ എന്ന് ചേർക്കും, പക്ഷെ അതിലാവശ്യമില്ല. അപ്പൊ ക്ലീം കൃഷ്ണായ നമ എന്നുള്ളതാണ് എല്ലാവർക്കും എപ്പോഴും നേരെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ജപിക്കാവുന്നതായിരിക്കുന്ന ഏറ്റവും ചെറുതായിരിക്കുന്ന മന്ത്രം. പിന്നെ രണ്ടാമതായിട്ട് വരുന്നതായിരിക്കുന്നത് നേരെ ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ നമ എന്നൊരു മന്ത്രം. അത് അഷ്ടാക്ഷരീ മന്ത്രം എന്നാണ് പറയാം. അഷ്ടദശാക്ഷരീ മന്ത്രം, അഷ്ടദശാക്ഷരീ മന്ത്രമാണ്. അപ്പൊ ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ നമ. അത് വൃന്ദാവനത്തില് ഉള്ളതായിരിക്കുന്ന ഭഗവാനെ ആരാധിക്കുന്ന മന്ത്രമാണ്. അപ്പൊ അതാണ് ഗോപാല മന്ത്രം എന്നൊരു പേര് കൂടി അതിനുണ്ട്. ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ നമ. അത് ഗോപാല മന്ത്രം എന്നും പറയും, കാരണം ഗോപാലനാണല്ലോ കൃഷ്ണൻ. അപ്പൊ കൃഷ്ണന്റെ ആ 18 അക്ഷരങ്ങളുടെ മന്ത്രമാണ്. അത് നേരെ ദശമസ്കന്ധത്തിന്റെ മന്ത്രം എന്നും പറയാം. വൃന്ദാവനത്തില് നേരെ ആളുകൾ ജപിക്കുന്നതാണ്. അപ്പോ ദശമസ്കന്ധത്തില് ശ്രീകൃഷ്ണ പരമാത്മാവിനെ സ്തുതിക്കുന്ന മന്ത്രമാണ്. പിന്നീട് സാർവത്രികമായിരിക്കുന്നത് നേരെ എല്ലാവരും ജപിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ദ്വാദശാക്ഷരീ മന്ത്രം എന്നാണ് പറയാം. 12 അക്ഷരാണ്. അപ്പൊ ഓം നമോ ഭഗവതേ വാസുദേവായ. അത് നേരെ വെള്ളം പോലും കുടിക്കാതെ, ജലം പോലും കഴിക്കാതെ 7 ദിവസം ജപിച്ചാല് ഭഗവാൻ പ്രത്യക്ഷപ്പെടും എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പൊ അതാണ് ദ്വാദശാക്ഷരീ മന്ത്രം. അപ്പോ പിന്നീട് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാവുന്നതായിരിക്കുന്ന മന്ത്രം എന്താണ്? ക്ലീം കൃഷ്ണായ. അപ്പൊ ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാമാശു പ്രയച്ഛമേ എന്നാണ്. ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാം ആശു പ്രയച്ഛമേ. എനിക്ക് പെട്ടെന്ന് വിദ്യയെ തന്നാലും അത് വിദ്യാർത്ഥികൾക്കുള്ളതായിരിക്കുന്ന കൃഷ്ണമന്ത്രമായിട്ട് പറയാം. അതിലും ക്ലീങ്കാരം ചേർത്താലാണ് ഉത്തമമായിട്ട് വരിക. ക്ലീങ്കാരം ചേർക്കാതെയും ജപിക്കുന്നവരുണ്ട്. പക്ഷെ ക്ലീങ്കാരം ചേർത്താലാണ് അതിന് പരിപൂർണത നമ്മൾ ലഭിക്കുന്നത്. അതേപോലെ കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ നമ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര. ക്ലീം കൃഷ്ണകൃഷ്ണ ഭക്ത മഹായോഗിൻ, കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ എന്നാണ് പറയാം. ക്ലീം കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ. അതിന്റെ പേര് രാജഗോപാല മന്ത്രം എന്നാണ്. ഇപ്പൊ രാജഗോപാല മന്ത്രം ജപിച്ചു കഴിഞ്ഞാല് നമുക്ക് സർവ സമൃദ്ധി ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. അതേപോലെ ഏത് സ്ഥലത്ത് ചെന്നാലും മാന്യസ്ഥാനം നമുക്ക് കിട്ടും എന്നാണ്. അപ്പൊ ആ മന്ത്രം അതുകൊണ്ടാണ് രാജഗോപാലം എന്ന് പറയാം. കുട്ടികൾക്കുള്ളത് വിദ്യാഗോപാലം എന്ന് പറയും. അതേപോലെ പിന്നീട് നേരെ സങ്കടം വരുന്ന സമയത്ത്, ദുഃഖം വരുന്ന സമയത്ത് എന്താണ് ചെയ്യുക? കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അല്ലാത്ത സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്ത്, ദുഃഖം വരുന്ന സമയത്ത് നേരെ കൃഷ്ണനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റും എന്ന് പറയുന്നതാണ് നേരെ ക്ലീം കൃഷ്ണായ ഗോവിന്ദായ അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ അപ്പോ കൃഷ്ണായ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ, കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്നുള്ളതാണ്. നേരെ അത് അവശനായിട്ട് വരുമ്പോ നേരെ അത് പതിതരുടെ മന്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖം വരുമ്പോ ദുഃഖശമന മന്ത്രം എന്നാണ് അതിന്റെ പ്രത്യേകിച്ചുള്ളതായിരിക്കുന്ന പേര്. പിന്നെ
പ്രധാനപ്പെട്ടതായിരുന്ന കൃഷ്ണമന്ത്രങ്ങള് ഇപ്രകാരമാണ് ഉള്ളത്. അപ്പൊ അതില് നേരെ പിന്നീടും അതിനോടനുബന്ധിച്ചുള്ളതായിരുന്ന കൃഷ്ണമന്ത്രങ്ങൾ, ധാരാളം കൃഷ്ണമന്ത്രങ്ങള് നേരെ സാന്ദർഭികമായിട്ടുണ്ട്. ഇപ്പോൾ സുദർശന മന്ത്രവും കൃഷ്ണമന്ത്രമായിട്ടൊക്കെ നമ്മൾ നേരെ ഉപയോഗിക്കാറുണ്ട്. ഇപ്രകാരം കൃഷ്ണന്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന എല്ലാവർക്കും സ്വീകാര്യവും എല്ലാവർക്കും ഹൃദിസ്ഥമാക്കാവുന്നതും ജപിക്കാവുന്നതായിരിക്കുന്ന ഈ മന്ത്രങ്ങളാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം.